സദ്ഗുരുവിനെ പറ്റിയിട്ട് എന്തൊക്കെ പറയാം. സദ്ഗുരു അടുത്ത് വരുംതോറും ഐ റിയലൈസ് ഹൗ മച്ച് ഓഫ് എ നോൺസെൻസ് ആയ സദ്ഗുരു സ്പിരിച്വൽ കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു ലോജിക്കൽ വേയിലാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇൻ മൈ എക്സ്പീരിയൻസ് ഈസ് നോട്ട് എ ഹ്യൂമൻ ബീങ്, ഈസ് നോട്ട് എ പേഴ്സൺ, ബട്ട് വാട്ട് ഹീസ് ഐ ഡോണ്ട് നോ. സോ ഒരു പ്രസൻസ് ആണ്. സ്ലോലി ആസ് ഇറ്റ് ഇസ് സീപ്പിംഗ് ഇൻ ടു എവറി സെൽ ഇൻ മൈ ബോഡി. ഇറ്റ് ഈസ് ഇറ്റ്സ് വെരി വെരി ബ്യൂട്ടിഫുൾ. ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ടും കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. സ്പിരിച്വാലിറ്റി, ഗുരു, ഇതൊക്കെ ഭയങ്കര ഓൺലി മെഡിറ്റേഷൻ ആസ് എ പ്രാക്ടീസ്. ആൻഡ് ഐ കം ഫ്രം എ മുസ്ലിം ബാക്ക്ഗ്രൗണ്ട്. എന്തിനാ ആൾക്കാർ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്? വൈ കാൻ ദേ ബി ലൈക്ക് ദാറ്റ്? കുറേ ജഡ്ജ്മെൻറ്റ്സ് അബൌട്ട് എവറിത്തിങ് അറൗണ്ട് മീ ആൻഡ് ഇങ്ങനത്തെ ഒരു ഫീലിംഗ് വന്നു കി ദ വേൾഡ് ഇസ് നോട്ട് എ ഗുഡ് പ്ലേസ്, അതിനെ ഫിക്സ് ചെയ്യണം എങ്ങനെയെങ്കിലും. അങ്ങനത്തെ ഒരു അപ്രോച്ചായിരുന്നു. വീട്ടിൽ റിലിജിയൻ ഒരു ഭയങ്കര മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം അല്ലെങ്കിലും ഇറ്റ് ഹാഡ് എ വെരി ഇമ്പോർട്ടൻറ്റ് പ്ലേസ്. നോട്ട് ജസ്റ്റ് ഇസ്ലാം, മറ്റ് റിലീജിയസ് ആൾക്കാരും ഞാൻ അവരെ നോക്കും, അവർ കുറേ നല്ല കാര്യങ്ങൾ പറയും, പക്ഷേ അവരുടെ രീതിയിൽ ഞാനത് കാണില്ല. വീട്ടിലെന്ത് പറഞ്ഞു? തുറന്ന് പറഞ്ഞില്ല, പക്ഷെ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഡിസ്കറേജ് ചെയ്യാൻ നോക്കി. പീപ്പിൾ ഓഫ് കേരള ക്യാൻ ആക്ച്വലി play a very good role in offering the solution to the rest of the country. But balance is very important. If you want to really make a difference in the world and change, and ingante problems face cheyumbe oru inner balance undavan bhayangara important aanu. വളരെ കുട്ടിക്കാലം മുതൽക്കേ ധർമ്മത്തെക്കുറിച്ചുള്ള അന്വേഷണം, അതോടൊപ്പം തന്നെ രാഷ്ട്രത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ചിന്ത, ഇതൊക്കെയാണ് ഒരു യുവാവിനെ യോഗിയാക്കി മാറ്റിയത്. ഇഷ സെൻറ്ററിൽ ബ്രഹ്മചാരിയായ ശ്രീ നദീജ, സ്വാമി നദീജയാണ് ഇന്ന് ബ്രേവ് ഇന്ത്യയോടൊപ്പമുള്ളത്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു പാതയിലേക്കുള്ള വരവും തുടർന്നുണ്ടായ മാറ്റങ്ങളും ഇഷായോഗ സെൻറ്ററിൽ നടക്കുന്ന ധ്യാനത്തെക്കുറിച്ചും ധ്യാനലിംഗത്തെക്കുറിച്ചും ഒക്കെ ആണ് നമ്മളോട് സംസാരിക്കുന്നത്. നമസ്കാരം. സ്വാമി നദീജ, വ്യത്യസ്തമായ പേര്, എന്താണ് പേരിൻ്റെ അർത്ഥം? ഈ പേര് സദ്ഗുരു തന്ന പേരാണ്. നദി എന്ന് പറഞ്ഞാൽ റിവർ, ജാ ഹിന്ദിയിൽ എന്ന് പറഞ്ഞാൽ ക ജന്മ ഹുവ, സോ റിവർ ബോൺ. ഒരു ഭീഷ്മയുടെ മറ്റൊരു പേരാണ് നദീജ എന്ന് പറഞ്ഞാൽ ഗംഗാപുത്ര, ഗംഗാ റിവറുടെ ബോൺ അല്ലേ. ആൻഡ് ഇറ്റ്സ് ഓൾസോ അനദർ നെയിം ഫോർ ലോട്ടസ്. ഓ, പേരെന്നിട്ട് അത്ര ഇഷ്ടമായിരിക്കുമല്ലോ. ഒന്ന് സദ്ഗുരു തന്ന പേരാണ്. ഹി ഹാസ് ഓഫൻ സെഡ് ദാറ്റ് പേര് കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ക്വാളിറ്റി ചിലപ്പോൾ ഉണ്ടാവും, പക്ഷെ അതിനെ വളർത്തിക്കൊണ്ടിരണം. ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്വാളിറ്റി യു ഷുഡ് സ്ട്രൈവ് ടുവേർഡ്സ് ബ്രിങ്ങിങ് ദാറ്റ് ക്വാളിറ്റി. അല്ലെങ്കിൽ ആ ക്വാളിറ്റിയിലേക്ക് എത്തണം. അതാണ്. സോ എത്ര വർഷമായി ഇഷയുമായിട്ട്? എനിക്ക് ഈശയിൽ ഇപ്പോൾ 7 വർഷമായി വന്നിട്ട്. എങ്ങനെയാണ് ഇഷയുമായിട്ടുള്ളൊരു ഇത് തുടങ്ങുന്നത്? സോ ഇതിനെക്കാട്ടി മുമ്പ് ഞാൻ വർക്ക് ചെയ്യായിരുന്നു ഒരു എഡ്യൂക്കേഷൻ നോൺ പ്രോഫിറ്റിൽ. ഇവിടെ വരുന്നതിനെക്കാട്ടി മുമ്പ് തന്നെ എനിക്ക് ഇങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു കി ഐ ഷുഡ് ഡു സംതിങ് ഫോർ ദ നേഷൻ. ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. ഇക്കണോമിക്സിലാണ് ഞാൻ BA ഓണേഴ്സ് ചെയ്തത്. സോ ഞങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലും എൻ്റെ ഫ്രണ്ട് സർക്കിൾ ഭയങ്കര ഒരു സോഷ്യലിസ്റ്റ് ലീനിങ് ആയിരുന്നു. സോ കുറേ സിറ്റുവേഷൻസ് ഇൻ ദ നേഷൻ വി ഫെൽ കി വി ഷുഡ് ഡു സംതിങ് ടു മേക്ക് ഇറ്റ് ബെറ്റർ. ആൻഡ് ഞങ്ങളൊരു പ്രിവിലേജ് ബാക്ക്ഗ്രൗണ്ടിൽ വന്നത്. സോ ഞങ്ങളുടെ എഡ്യൂക്കേഷൻ വെച്ചിട്ടും ഞങ്ങളുടെ സ്കിൽസ് വെച്ചിട്ടും വാട്ട് എവർ വി ക്യാൻ ഡു. സോ അത് വെച്ചിട്ട് ഞാൻ എഡ്യൂക്കേഷൻ നോൺ പ്രോഫിറ്റിൽ കയറി 2 കൊല്ലം ഫെലോഷിപ്പും ചെയ്തു. ഒരു 2 കൊല്ലത്തിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു രാജസ്ഥാനിൽ. ഗ്രാമത്തിൽ പോയിട്ട് അവിടെ സ്കൂൾസിൽ, ഗവൺമെൻറ് സ്കൂൾസിൽ ഹെഡ് മാസ്റ്റേഴ്സും ടീച്ചേഴ്സ്ക്കും ട്രെയിനിങ് കൊടുക്കാൻ, അവിടുത്തെ കമ്മ്യൂണിറ്റിയുടെ ഒപ്പം നിന്നിട്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് എങ്ങനെ ഒരു സൊല്യൂഷൻ കൊണ്ടുവരാം. സോ ഭയങ്കര ഒരു ഡീപ്പ് ഡൈവ് എക്സ്പീരിയൻസ് ആയിരുന്നു, ഒരു ഐ ഓപ്പണർ. ബിക്കോസ് ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഡൽഹിയിലായിരുന്നു. സോ ബുക്സിലൊക്കെ പഠിക്കുമ്പോൾ പോവർട്ടി ഇങ്ങനെയാണ്, ഈ സിറ്റുവേഷൻ ഇലിറ്ററസി ഇങ്ങനെയാണ്, അതൊക്കെ പഠിക്കുമ്പോൾ ഒരു മെൻറ്റൽ ഒരു മോഡൽ ഉണ്ടാവും. പക്ഷേ ഗ്രൗണ്ട് റിയാലിറ്റി ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് പിക്ചർ. സോ ആദ്യം തന്നെ ഒരു റൊമാൻസ് ഇല്ലേ കി എന്തോ ചെയ്യണം ആൻഡ് ഐ ക്യാൻ ഡു ഇറ്റ്, അത് പൊട്ടി. ബിക്കോസ് യു റിയലൈസ് ചേഞ്ച് വരാൻ സമയമെടുക്കും, ഭയങ്കര മെഹനത്തും ചെയ്യണം, കഷ്ടപ്പെടണം, ആൻഡ് കമ്മിറ്റ്മെൻറ്റ് വേണം. അതാണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. സോ ആ 2 കൊല്ലത്തിൻ്റെ എക്സ്പീരിയൻസും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ NGOയിൽ കണ്ടിന്യൂ ചെയ്തു. ആൻഡ് വൺ തിങ് ബിക്കം വെരി ക്ലിയർ ദാറ്റ് if you want to really make a difference in the world and change, and ഇങ്ങനത്തെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുമ്പോൾ ഒരു ഇന്നർ ബാലൻസ് ഉണ്ടാവാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ ഒപ്പം ഉണ്ടായ കുറേ ആൾക്കാർ ഇത് പൊതുവേ പുറത്തിങ്ങനെ പറയാറ്, പീപ്പിൾ ഡോണ്ട് സ്പീക്ക് അബൌട്ട് ഇറ്റ്. പക്ഷേ നോൺ പ്രോഫിറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ മെൻറ്റൽ സ്ട്രെസ് ഭയങ്കര ഹൈ ആണ്. ബിക്കോസ് കണ്ടിന്യൂസ്ലി യു ആർ എക്സ്പോസ് ടു പ്രോബ്ലംസ് ആൻഡ് ചേഞ്ചസും ഇങ്ങനെ പെട്ടെന്ന് വരില്ല. ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം. സോ യു നീഡ് ദാറ്റ് കമ്മിറ്റ്മെൻറ്റ്. ആൻഡ് സോ വെരി ഇമ്പോർട്ടൻ്റ് ദാറ്റ് ഐ റിയലൈസ് എൻ്റെ ഉള്ളിൽ ഇന്നർ ബാലൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ സ്വന്തം കോമ്പറ്റൻസും ഡെവലപ്പ് ചെയ്യാൻ എനിക്ക് ഒരു ആവശ്യം തോന്നി ഡെഫിനറ്റ്ലി.
സോ ഞാൻ കുറേ കാര്യങ്ങൾ ട്രൈ ചെയ്തു. ചെറുതായിട്ട് മെഡിറ്റേഷൻ തുടങ്ങി, വിപശ്യന ഒരു പ്രോഗ്രാം ചെയ്തു. ആ 10 ദിവസം എനിക്ക് ശരിക്കും മനസ്സിലായി എൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞാൽ എൻ്റെ മാനസിക രൂപവും പിന്നെ ബോഡിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഐ നോ വെരി ലിറ്റിൽ അബൌട്ട് ഇറ്റ്. ഹാർഡ്ലി എനി അറ്റൻഷൻ ഐ ഹവ് പെയ്ഡ്. ആൻഡ് എന്തുട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒന്നും അറിയാതെ ഐ എം ജസ്റ്റ് ഗോയിങ് ഔട്ട് ദർ ആൻഡ് ഡൂയിങ് വാട്ട് എവർ ഐ നോ ബെസ്റ്റ്. സോ എനിക്ക് അപ്പോൾ തോന്നി ഇതിൽ അറ്റ്ലീസ്റ്റ് ഡെയിലി കുറച്ച് സമയം എനിക്ക് ഡെഡിക്കേറ്റ് ചെയ്യണം ഇതിന് വേണ്ടിയിട്ട്. ആൻഡ് അറൗണ്ട് ദറ്റ് ടൈം യൂട്യൂബിൽ സദ്ഗുരുയുടെ വീഡിയോസ് ഞാൻ കേൾക്കാൻ തുടങ്ങി. ആൻഡ് ഇൻസ്റ്റൻ്റ്ലി ഐ കണക്റ്റഡ് ബിക്കോസ് സദ്ഗുരു സ്പിരിച്വൽ കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു ലോജിക്കൽ വേയിലാണ് പ്രസൻറ്റ് ചെയ്യണത്. ആൻഡ് മോർ ദൻ ദാറ്റ് ജസ്റ്റ് ദ വേ ഹി വാസ്. എനിക്ക് തോന്നി കുറേ ആൾക്കാർ ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഐ ഫെൽറ്റ് ഹി വാസ് വെരി കണ്ടംപററി, ഹി കുഡ് കണക്ട് ആൻഡ് ഹി വാസ് സ്പീക്കിംഗ് വാട്ട് ഹി വാസ് ആക്ച്വലി പ്രാക്ടീസിങ്. അങ്ങനത്തെ ഒരു ഫീലിംഗ് വന്നു. ആൻഡ് ഐ ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി. ഒരു യൂത്ത് ആൻഡ് ട്രൂത്ത് പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ IIT ഡൽഹിയിൽ. അപ്പോൾ ഞാൻ അവിടെ ആ പ്രോഗ്രാമിൽ പോകുമ്പോൾ when I saw സദ്ഗുരു ലൈവ്, എന്തോ ഒരു വെരി സ്ട്രോങ് കണക്ഷൻ എനിക്ക് അപ്പോൾ തോന്നി. ആൻഡ് ഐ ഹാഡ് നോ ബാക്ക്ഗ്രൗണ്ട്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടും കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. സ്പിരിച്വാലിറ്റി, ഗുരു, ഇതൊക്കെ ഭയങ്കര ഓൺലി മെഡിറ്റേഷൻ ആസ് എ പ്രാക്ടീസ്. റിലീജിയസ് ആയിരുന്നോ നേരത്തെ? റിലീജിയസ്, ആൻഡ് ഐ കം ഫ്രം എ മുസ്ലിം ബാക്ക്ഗ്രൗണ്ട്. സോ അറ്റ് ദ മോസ്റ്റ് ജസ്റ്റ് ബി കൈൻഡ് ടു അതേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷേ റിലീജിയസ് പ്രാക്ടീസസ് ഒക്കെ വളരെ മുമ്പേ ഞാൻ വിട്ടു ബിക്കോസ് അതുകൊണ്ട് എനിക്ക് വ്യത്യാസം തോന്നിയില്ല. സോ ഇഫ് സംതിങ് വാസ് നോട്ട് വർക്കിംഗ് ഫോർ മീ ഐ കുഡൻ കണ്ടിന്യൂ ഇറ്റ് ജസ്റ്റ് ബിക്കോസ് റിലിജൻ സെഡ് ഐ ഹാവ് ടു ഡു ഇറ്റ്. ബട്ട് ഐ റെസ്പെക്റ്റഡ് അതേഴ്സ്. എൻ്റെ ഫാമിലിയിലൊക്കെ അവരുടെ ആൻഡ് ദേ ഓൾസോ ഗേവ് മീ ദ സ്പേസ്. സോ ഞാൻ ഈ IIT ഡൽഹിയിൽ പ്രോഗ്രാം കാണുമ്പോൾ എനിക്കൊരു ഡീപ്പ് കണക്ഷൻ ഫീൽ ചെയ്തു. ഭയങ്കര ഒരു ജെന്യുവൻ ആയിട്ട് കണക്ഷൻ. അങ്ങനത്തെ കണക്ഷൻ ഞാൻ എനിക്ക് ഒരിക്കലും ഐ ഹവ് നെവർ ഫെൽറ്റ്. അപ്പോൾ ഐ തോട്ട് ഇതിനെ എനിക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. സംതിങ് ഐ ഹാവ് ടു ഡു അബൌട്ട് ഇറ്റ്. അപ്പോൾ ഞാൻ കുറച്ച് റീസെർച്ച് ചെയ്യാൻ തുടങ്ങി, വെബ്സൈറ്റ് നോക്കി, അവരുടെ പ്രോഗ്രാംസൊക്കെ കണ്ടു. ഒരു ദിവസം ഞാൻ വോളണ്ടിയറിങ്ങിന് പോയി, ഇന്നർ എഞ്ചിനീയറിംഗ് പ്രോഗ്രാം അവരുടെ ചെയ്തു. ഒരു നല്ലൊരു പ്രോഗ്രാമാണ്. ഒരു 21 മിനിറ്റിൻ്റെ പ്രാക്ടീസും പഠിച്ചു. അപ്പോൾ ഒരു വലിയ എക്സ്പീരിയൻസ് ഒന്നും ആയില്ല, പക്ഷേ എനിക്ക് തോന്നി ഓക്കെ ഞാൻ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. അങ്ങനത്തെ ഒരു ഡിസിപ്ലിൻ മുമ്പേ ഉണ്ടായിരുന്നു. ബിക്കോസ് വിപശ്യന ചെയ്യുമ്പോഴും എല്ലാ ദിവസവും ഞാൻ അരമണിക്കൂർ മെഡിറ്റേഷന് വേണ്ടി വെക്കും. സോ ഐ തോട്ട് ഐ റിപ്ലേസ് ദിസ് വിത്ത് വിപശ്യന. ഞാൻ ഈ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ എനിക്ക് തോന്നി ഒന്ന് വോളണ്ടിയറിങ്ങിൽ പോയാലോ. ബിക്കോസ് ഞാൻ ഡൽഹിയിൽ ഒരു ലോക്കൽ സെൻറ്ററിൽ ഒരു ദിവസം വോളണ്ടിയറിങ് ചെയ്തു, ഒരു സൺഡേ. ഭയങ്കര ഒരു ഇൻറ്റൻസ് എക്സ്പീരിയൻസ്. സോ ഐ തോട്ട് ഇത് കുറച്ചുകൂടി ഒന്ന് അനുഭവിക്കണം. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ ദ ടൈം ഞാൻ MBAക്ക് വേണ്ടി പ്ലാൻ ചെയ്യായിരുന്നു. ബിക്കോസ് 4 വർഷം NGOയിൽ വർക്ക് ചെയ്തു, ഒരു നല്ല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്തിട്ട് എൻ്റെ ഇപ്പോൾ എല്ലാ ആൾക്കാരും അങ്ങനത്തെ ഒരു പാത്തിലാണ് പോകുന്നത്. പക്ഷെ എന്തോ എനിക്കൊരു ഉള്ളിൽ നിന്നൊരു വോയിസ് പറഞ്ഞു ബിഫോർ യു ടേക്ക് എ ബിഗ് സ്റ്റെപ്പ് ലൈക്ക് ദാറ്റ് യു സെറ്റിൽ യുവർ സെൽഫ്. ഒരു ഉള്ളിലൊരു സോളിഡ് ഫൗണ്ടേഷൻ ഓഫ് ബാലൻസ് ആൻഡ് ആ ഇന്നർ വർക്ക് കുറച്ച് അപ്പോൾ NGOയിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് വന്നല്ലോ, അതിലൊന്നും കുറച്ച് സമയം ഇപ്പോൾ ഇഫ് യു ഡോണ്ട് ഗിവ് ടൈം ഫോർ ദാറ്റ് പിന്നെ ലോൺ ഉണ്ടാവും, പിന്നെ അവിടെ ഇറ്റ് വിൽ ടേക്ക് മെനി ഇയേഴ്സ് ടു റിക്കവർ. അതൊരു വലിയൊരു പണിയാവും. സോ ഞാനപ്പോൾ വെബ്സൈറ്റിൽ നോക്കുമ്പോൾ ഒരു പ്രോഗ്രാം, സാധനപാത പ്രോഗ്രാം, വോളണ്ടിയറിങ് പ്രോഗ്രാം അവർ ആ കൊല്ലം തുടങ്ങിയതായിരുന്നു. ഫസ്റ്റ് ബാച്ചായിരുന്നു അത്. ആൻഡ് 7 മാസം. സോ എനിക്ക് തോന്നി ദിസ് ഈസ് ഐഡിയൽ ബിക്കോസ് 7 മാസം ഇസ് നോട്ട് എ ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റ്. ആൻഡ് ഒരു ആഴ്ച 2 ആഴ്ച ഒരു റിട്രീറ്റ് മാറിയുമല്ല, ഇതൊരു സീരിയസ് കമ്മിറ്റ്മെൻ്റ് ആണ്. പക്ഷേ ഇറ്റ് ഇസ് നോട്ട് വെരി ലോങ്. സോ കുറച്ച് പണി ഉണ്ടായിരുന്നു കൺവിൻസിങ് എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ. വീട്ടിലെന്ത് പറഞ്ഞു? വീട്ടിലെന്ത് പറയാൻ, അവർക്ക് ഒന്നാമതെന്ന് പറഞ്ഞാൽ അവരെന്തോ കേട്ടിട്ടുണ്ടായിരുന്നു ഇതിനൊക്കെ പറ്റിയിട്ട്. സോ അവർ തുറന്ന് പറഞ്ഞില്ല, പക്ഷെ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഡിസ്കറേജ് ചെയ്യാൻ നോക്കി. അവർ ദേ വിൽ ട്രൈ. അതെ. പക്ഷേ എനിക്ക് എൻ്റെ ഒരു ജെന്യുവൻ കണക്ഷൻ ഞാൻ പറഞ്ഞില്ലേ, അതെനിക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ എനിക്ക് ഇവിടെ എന്തോ ഉണ്ട്, എനിക്ക് ഐ ഹാവ് ടു സ്പെൻഡ് സം ടൈം ഹിയർ, ഇല്ലെങ്കിൽ ഒരു റിഗ്രറ്റ് എപ്പോഴും ഉണ്ടാവും. സോ ആൻഡ് ബൈ ദെൻ എൻ്റെ ആ ഏജുമായിരുന്നു, ഫൈനാൻഷ്യലി ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു. ആൻഡ് അവരെ കൺവിൻസ് ചെയ്യാൻ എൻ്റെ ഒബ്ജക്റ്റീവ് ആയിരുന്നു അല്ല, അവരെ ഇൻഫോം ചെയ്യാൻ ഞാനിത് ചെയ്യാൻ പോണ്. ആൻഡ് അവരുടെ പെർമിഷൻ എനിക്ക് കിട്ടി. പക്ഷെ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടെ കം. ആൻഡ് ഞാൻ അങ്ങനെ ഈ പ്രോഗ്രാമിന് വേണ്ടി വന്നു. അങ്ങനെ ഞാൻ ഈശാ യോഗ സെൻറ്ററിൽ വന്നു. ഈ സാധനാപാത അതിൽ വന്നിട്ട് എന്താണ് എക്സ്പീരിയൻസ്? അതെ. സോ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ പ്രോഗ്രാം. എനിക്ക് എന്ന് പറഞ്ഞാൽ കുറേ കൊല്ലം മുമ്പും ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ ഇപ്പോഴും പറയും, എൻ്റെ ലൈഫിൽ ഇപ്പോൾ ക്ലിയർലി ഒരു 2 ഭാഗമുണ്ട്. ലൈഫ് ബിഫോർ സാധനപാത, ലൈഫ് ആഫ്റ്റർ സാധനപാത. ഐ എം എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് പേഴ്സൺ. when I look at that person, I also wonder അത് ആരായിരുന്നു. സോ ഫസ്റ്റ് തിങ് ഈസ് അബൌട്ട് ദ പ്രോഗ്രാം. ഒരു സ്കെഡ്യൂൾ അവർ തരും. രാവിലെ 4:30 മുതൽ വൈകുന്നേരം രാത്രി 9:30 വരെ യു ആർ ഓൺ വിത്ത് സംതിങ്. രാവിലെ ഇല്ലെങ്കിൽ പ്രാക്ടീസസ് ഉണ്ടാവും. ഡ്യൂറിങ് ദ ഡേ ദർ ഇസ് വോളണ്ടിയറിങ്. സോ ഭയങ്കര ഇൻറ്റൻസ് ആണ്. യു ആർ ഓൺ യുവർ ടോസ് ഓൾ ദ ടൈം. ഇവിടെ ചില ആൾക്കാർക്ക് തോന്നും ആശ്രം യോഗ സെൻറ്ററിൽ പോകുമ്പോൾ പറഞ്ഞാൽ പീസ്, കാം,
അതൊക്കെ ഉണ്ട്. ഒരു നല്ല എൻവയൺമെൻറ്റ്, നല്ല ഭക്ഷണം, നല്ല ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ, ഫ്രഷ് എയർ, ഇതൊക്കെ സിറ്റിയിൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൻഡ് ദിസ് ഹാസ് എൻ ഇമ്പാക്ട് ഓൺ ഹൗ യു എക്സ്പീരിയൻസ് ലൈഫ്. പക്ഷേ അതൊരു ബാക്ക്ഗ്രൗണ്ട്. The real work is very intense and committed work because the volunteering is very demanding. Volunteering എന്ന് പറഞ്ഞാൽ you are thrown into any kind of situation. ചോയ്സ് ഇല്ല. എനിക്ക് ഇതാണ് ഇഷ്ടം, ഞാനിത് ചെയ്യുക. എനിക്ക് ഇങ്ങനത്തെ ആൾക്കാരുടെ ഒപ്പം വർക്ക് ചെയ്യാൻ ഇഷ്ടം, ഞാനിങ്ങനെ ചെയ്യുക. You can get any kind of activity, you can get to work with anybody. So many situations come up, mentally, emotionally, physically. In every way you are pushed. പക്ഷേ ആ inner engineering and tools, the sadhana practices ഞങ്ങളോടൊപ്പം ഉണ്ട് to help us go through it. So the idea to come through a program like Sadhana Padas ki ആ intensity-നെ pitch up ചെയ്യാൻ, to see what is your limit and you keep pushing it. So അതായിരുന്നു ഞാനത് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ദ ഫസ്റ്റ് 2-3 months കുറച്ചൊരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു. ബിക്കോസ് അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ആയിരുന്നില്ല, വളരെ മോശം ലൈഫ് സ്റ്റൈൽ ആയിരുന്നു. ആൻഡ് ആ ഫസ്റ്റ് 2-3 months റിയലൈസ്ഡ് എത്ര ഡാമേജ് ഞാൻ എൻ്റെ ബോഡി മൈൻഡ് ചെയ്തിട്ടുണ്ട്. Unnecessary thoughts, attention is simply going here and there. Physically എന്ന് പറഞ്ഞാൽ ഭയങ്കര വീക്ക്, സോ കുറച്ച് സമയം എടുത്തു അഡ്ജസ്റ്റ് ചെയ്യാൻ. പക്ഷേ ഇവിടുത്തെ ഭക്ഷണം, ഇവിടുത്തെ യോഗ പ്രാക്ടീസസ്, പിന്നെ ഇവിടുത്തെ ഒരു എൻവയൺമെൻറ്റും ആൻഡ് മെല്ലെ മെഡിറ്റേഷൻ ഒക്കെ പ്രാക്ടീസൊക്കെ ചെയ്തിട്ട് ഐ ഫൗണ്ട് എ നൈസ് റിതം. ആൻഡ് ദെൻ കുറച്ചുകൂടി ഫോക്കസ്ഡ് വേയിൽ ഞാൻ ഇതിനെ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി. സോ ഒരു ഒബ്സഷൻ ആയിരുന്നു ആ സമയത്തേക്ക്. എന്ത് വന്നാലും, മെൻ്റലി വല്ല ചാലഞ്ച് വന്നാൽ, ഫിസിക്കലി വല്ലതും വന്നാൽ, ഇമോഷണലി വല്ലതും സിറ്റുവേഷൻ വന്നാൽ, ഫസ്റ്റ് തിങ് ഈസ് ഐ ഷുഡ് സ്റ്റോപ്പ് പോയിൻറ്റിങ് മൈ ഫിംഗർ ഔട്ട്സൈഡ്. ദിസ് ഇസ് ബിക്കോസ് ഓഫ് ദിസ് പേഴ്സൺ ഓർ ദിസ് സിറ്റുവേഷൻ. ലെറ്റ് മീ ടേക്ക് റെസ്പോൺസിബിലിറ്റി. ഒരു ഒബ്സഷൻ ആയിരുന്നു. എത്ര ബ്ലെയിം ചെയ്യുക പുറത്തെ സിറ്റുവേഷൻ, പുറത്തെ ആൾക്കാരെ. അവരിനെ എന്തെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അവരുടെ ഒരു വഴിയുണ്ട്. ദേ വിൽ ചേഞ്ച് അറ്റ് ദർ ഓൺ കോഴ്സ്. സോ ദെൻ ഐ സ്റ്റാർട്ടഡ് സീയിങ് എൻ്റെ കൺട്രോളിൽ എന്തുട്ടാ ഞാൻ അത് ഫിക്സ് ചെയ്യാൻ തുടങ്ങാം. സോ അങ്ങനെ മെല്ലെ ആൻഡ് ചേഞ്ചും ഒരു വലിയ ഇങ്ങനെ ഭയങ്കര ഒരു വ്യത്യാസമല്ല വന്നത്. ചേഞ്ചൊക്കെ വന്നത് ഇൻ വെരി സിമ്പിൾ തിങ്സ് ലൈക്ക് ഹൗ ഐ വാക്ക്, ഹൗ ഐ ടോക്ക്, ഹൗ ഐ ബ്രീത്ത്, ഹൗ ഐ റെസ്പോണ്ട് ടു പീപ്പിൾ, ലിറ്റിൽ തിങ്സ്. പക്ഷെ അത് അറിയും ചെയ്യും. യു ഡോണ്ട് റിയലൈസ് ഇറ്റ്. എവറി ഡേ വെൻ ലിറ്റിൽ ചേഞ്ച് ഹാപ്പൻസ്, 6 months later when you look back, you are a completely different person. So that was the beauty. ആ 6 മാസത്തിൽ ആ സമയത്തിൽ ഇഫ് യു ഹാഡ് ആസ്ക്ഡ് മീ വാട്ട് ഈസ് ഹാപ്പനിങ്, ഞാനിങ്ങനെ ക്ലിയർലി പറയാൻ പറ്റില്ല. മേ ബി ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ടു ആർട്ടിക്കുലേറ്റ്. ബട്ട് 6 months later when I look back, just like that, change happened. നേരത്തെ നല്ല ദേഷ്യമൊക്കെ വരുന്ന ഒരാളായിരുന്നു? റിയാക്ഷൻ ഉണ്ടായിരുന്നു. ദേഷ്യം ഉണ്ടായിരുന്നു ഡെഫിനറ്റ്ലി. ഓൾ കൈൻഡ്സ് ഓഫ് റിയാക്ഷൻസ്. എസ്പെഷ്യലി ഇപ്പോൾ ഇൻജസ്റ്റിസ് കാണുമ്പോൾ ഉള്ളിലൊരു ബ്ലഡ് ബോയിൽ ആവും. ആൻഡ് ഫാമിലിയിലും വെൻ ഐ സീ ദം, ഞാൻ ഗ്രാമത്തിലായിരുന്നു 2 കൊല്ലം താമസിച്ചത്. ഞാൻ ഫാമിലിയിൽ നോക്കുമ്പോഴും എല്ലാതും ഉണ്ട്. എന്നിട്ടും തല്ലൂട്ടം, ഈ സിറ്റുവേഷൻസൊക്കെ കുറേ. ആൻഡ് ഐ യൂസ്ഡ് ടു വണ്ടർ വൈ എല്ലാതും ഉണ്ടായിട്ടും എന്തിനാ സന്തോഷിച്ച്, വൈ കാൻറ്റ് യു സ്റ്റേ ഹാപ്പി? സോ ആ ഡിഫറൻസസ് ഒക്കെ നോക്കുമ്പോൾ ഐ വുഡ് ഫീൽ ഇമോഷണലി ലോ. വൈ ആർ പീപ്പിൾ ലൈക്ക് ദിസ്? കുറേ ജഡ്ജ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു ആൾക്കാരിനെ പറ്റിയിട്ട്. എന്തിനാ ആൾക്കാർ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്? വൈ കാൻ ദേ ബി ലൈക്ക് ദാറ്റ്? കുറേ ജഡ്ജ്മെൻറ്റ്സ് അബൌട്ട് എവറിത്തിങ് അറൗണ്ട് മീ, ആൻഡ് ഇങ്ങനത്തെ ഒരു ഫീലിംഗ് വന്നു ദ വേൾഡ് ഇസ് നോട്ട് എ ഗുഡ് പ്ലേസ്, അതിനെ ഫിക്സ് ചെയ്യണം എങ്ങനെയെങ്കിലും. അങ്ങനത്തെ ഒരു അപ്രോച്ചായിരുന്നു. സോ അക്സെപ്റ്റൻസ് വളരെ കുറവായിരുന്നു അബൌട്ട് ദ വേൾഡ്, അബൌട്ട് പീപ്പിൾ ആൻഡ് അബൌട്ട് മൈ സെൽഫ്. സോ അതുകൊണ്ട് ഓൾവേസ് ഒരു അജിറ്റേറ്റഡ് സ്റ്റേറ്റിലായിരുന്നു. ഉള്ളിലൊരു റെസ്റ്റ്ലെസ്നെസ് എപ്പോഴും ഉണ്ടാവും. ആൻഡ് ആ റെസ്റ്റ്ലെസ്നെസ് ഇങ്ങനെ കൂടി വന്നു. ആൻഡ് അഗൈൻ സംതിങ് ദറ്റ് സദ്ഗുരു സെഡ് ദാറ്റ് if you are in a agitated state, then how will you be a solution to the world? So അപ്പോൾ ഒരു ഫീലിംഗ് വന്നു ഈ റെസ്റ്റ്ലെസ്നെസ്സിന് ഒരു ലെവലിൽ കൊണ്ടുവരണം, ഒരു സെറ്റിൽ ആക്കണം. ബിക്കോസ് എപ്പോഴും ഇങ്ങനെ സിറ്റുവേഷൻസ് പുറത്ത് നിൻ്റെ വഴി പോയിട്ടില്ലെങ്കിൽ, റിയാക്ഷൻ വന്നാൽ പിന്നെ എങ്ങനെ, ഹൗ വിൽ യു ബി ഏബിൾ ടു കോൺട്രിബ്യൂട്ട് ടു എ സൊല്യൂഷൻ? ആൻഡ് ദാറ്റ് ഈസ് വെൻ ഐ ഡിസൈഡഡ് കുറച്ച് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്നർ വർക്കിലും കൊണ്ടുവരണം, ഇല്ലെങ്കിൽ ദിസ് ഈസ് ഗോയിങ് ടു ബി എ മെസ്. സാധനപാതയ്ക്ക് ശേഷം ഒരു പൂർണ്ണ സമയം ഇവിടെ തന്നെ നിൽക്കാനുള്ളൊരു തീരുമാനം അതെങ്ങനെയായിരുന്നു? സോ ലൈക്ക് ഐ സെഡ്, എൻ്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ഉണ്ടായിരുന്നു നേഷന് വേണ്ടിയിട്ട് എന്തോ ചെയ്യണം, ഒരു നേഷൻ ബിൽഡിങ്. ബിക്കോസ് ജോലി ചെയ്തിട്ട് കുറേ ലോട്ട്സ് ഓഫ് മണി ഏൺ ചെയ്തിട്ട് സക്സസ്, അതെനിക്ക് അത്രയും ഡ്രൈവ് ചെയ്തില്ല. ഓൾദോ ദർ വാസ് ഗുഡ് എമൗണ്ട് ഓഫ് സക്സസ് ഇൻ മൈ വർക്ക് ആൻഡ് മണി ഓൾസോ വാസ് വെരി സഫിഷ്യൻറ്റ്. പക്ഷെ അത് എനിക്ക് ഫുൾഫിൽമെൻറ്റ് തന്നില്ല. സോ ഇറ്റ് വാസ് ഓൾവേസ് ദെയർ ദാറ്റ്
മറ്റൊരു ലൈഫിനെ, ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ലൈഫിനെ സപ്പോർട്ട് ചെയ്യാൻ, അവരെ ഹെൽപ്പ് ചെയ്യാൻ, അവരുടെ വെൽബീങ്ങിന് വേണ്ടിയിട്ട് വല്ലതും ചെയ്താൽ അതിൽ കിട്ടേണ്ട ഒരു ഫുൾഫിൽമെൻറ്റ്, അതായിരുന്നു എനിക്ക് എപ്പോഴും മെയിൻ ഒബ്ജക്റ്റീവ്, എൻ്റെ മെയിൻ ഡ്രൈവർ. സോ ഞാൻ ഇവിടെ വന്നിട്ട് ഒരു ഫസ്റ്റ് 3-4 months ഇറ്റ് വാസ് ഓൾ അബൌട്ട് എൻ്റെ ബോഡി, എൻ്റെ മൈൻഡ്, എൻ്റെ ഇമോഷൻസ് എങ്ങനെ ബാലൻസിൽ വരുത്താം. അതൊരു ലെവൽ ഓഫ് ബാലൻസിൽ വന്നു കഴിഞ്ഞിട്ട് ഐ സ്റ്റാർട്ട് പേയിങ് അറ്റൻഷൻ ടു തിങ്സ് അറൗണ്ട് മീ. വൺ തിങ് ഐ നോട്ടിസ്ഡ്, ഈ പ്രോഗ്രാമിലും കുറേ ഈശോയുടെ കുറേ പ്രോഗ്രാംസിൽ ഫ്രം ഓൾ ഓവർ ദ വേൾഡ് പീപ്പിൾ ആർ കമ്മിങ്. എല്ലാ ഏജ് ഗ്രൂപ്പിൻ്റെ, എല്ലാ ബാക്ക്ഗ്രൗണ്ടിൻ്റെ അവരൊരു വഴിയിൽ വരും. ദേ ഗോ ത്രൂ ദ പ്രോഗ്രാം ആൻഡ് വെൻ ദേ ഗോ അവരെ നോക്കണം. ഇറ്റ് ഇസ് സോ ബ്യൂട്ടിഫുൾ ഹൗ ദേ ബ്ലോസം, ഹൗ ദേ ഗ്രോ. എത്ര ടെൻഷൻ, എത്ര സ്ട്രെസ്സ് they bring with them, but the way they change in a few days. So I was seeing that a lot, and adu enne bhayangara touch chedu, because I thought there is something here. Enki ariyilla adine mechanism enduttana idokke korchu only Sadguru knows. പക്ഷേ they go through simple things only they are doing. ഞങ്ങളുടെ പ്രാക്ടീസസിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് അല്ല, സിമ്പിൾ തിങ്സ് they are doing and it is transforming them in such beautiful ways. So when I saw that again and again, അപ്പോൾ എനിക്ക് തോന്നി ki at least in the personal opinion, there is no better place than this, where human beings come in one way and they are transformed in such a beautiful way. And I felt very connected to Sadhguru's vision. At that time he used to call this vision, and even now, raising human consciousness. Unless human beings become more conscious, we cannot be a solution to the world. And experientially, the tools that are offered here are the best tools to become more conscious. And when I see that happening to people around me, അതൊരു strong motivator ആയിരുന്നു ki this is something I can see lifelong I can be a part of. അങ്ങനെയാണ് പൂർണ്ണാംഗ. അതെ, അപ്പം ഞാൻ തീരുമാനിച്ചു ki ഫുൾ ടൈം വോളണ്ടിയർ ആയിട്ട് ഇവിടെ നിൽക്കുക. അതിനെ പൂർണ്ണാംഗ എന്ന് പറയാം. സാധനപാത കഴിഞ്ഞിട്ട് പൂർണ്ണാംഗക്ക് വേണ്ടി ഒരു പ്രോസസ്സ് ഉണ്ട്. അവർ വെയിറ്റ് ചെയ്യിപ്പിക്കും, ഒരു ഓറിയൻറ്റേഷൻ ഉണ്ട്, അവർ നോക്കും ആർ യു റെഡി ഫോർ ഇറ്റ്. ആ സമയത്ത് ഇപ്പോൾ പൂർണ്ണാംഗ എന്ന് പറഞ്ഞാൽ 3 years, മിനിമം 3 years കമ്മിറ്റ്മെൻറ്റ്. ഞാൻ എൻ്റെ മനസ്സിൽ തീരുമാനിച്ചു ki ഇത് ലൈഫ് ലോങ് ഒരു കമ്മിറ്റ്മെൻ്റ് ആയിരിക്കും. എനിക്കറിയില്ല അത് എവിടെ നിന്നാണ് വന്നത്, പക്ഷെ അതെനിക്കൊരു സ്ട്രെങ്ത് തന്നു. ബിക്കോസ് ദാറ്റ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ തിങ് ഐ റിയലൈസ് അബൌട്ട് കമ്മിറ്റ്മെൻറ്റ്. ഒരു കമ്മിറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ആൻഡ് യു ആർ വിത്ത് ഇറ്റ്, പിന്നെ പുറത്ത് എന്ത് നടന്നാലും അറ്റ്ലീസ്റ്റ് ദിസ് ഇസ് ദെയർ ഫോർ യു യുനോ. അപ്പോൾ എവറി ടൈം സോ മെനി സിറ്റുവേഷൻസ് വന്നു. അത് കഴിഞ്ഞിട്ടും എത്ര സിറ്റുവേഷൻസ് വന്നു വേർ ഡൗട്ട്സ് വരും ചിലപ്പോൾ ki am I doing the right thing. ആൻഡ് ഇനീഷ്യൽ ഇയേഴ്സിൽ കുറച്ചൊരു ഫോമോ ഉണ്ടായിരുന്നു ki പുറത്തൊക്കെ ആൾക്കാർ പറയും ഞാൻ ഇത് ചെയ്യും അത് ചെയ്യും, സോ am I missing out on something. ആൻഡ് പ്രാക്ടീസസും ഇവിടുത്തെ സാധനമൊക്കെ ഭയങ്കര ഇൻറ്റൻസ് ആണ്. സോ ലൈക്ക് ഐ സെഡ്, അത് ഓൾവേസ് ഇറ്റ്സ് പുഷിങ് യുനോ. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴും കംഫർട്ട് സോണിന് പുറത്തെ ഗ്രോത്ത് ഇല്ല, ഉള്ളിൽ ഗ്രോത്ത് ഇല്ല. ആൻഡ് ഇവിടെ 7 വർഷം എനിക്ക് ഇപ്പോഴും ഐ കനോട്ട് സേ ദാറ്റ് ഐ ഫീൽ വെരി സെറ്റിൽഡ് ഒരു ഫീലിംഗ് ഒരിക്കലും വരില്ല. ബിക്കോസ് നാളെ എന്തോ സംതിങ് വിൽ ഹാപ്പൻ വിച്ച് ഇസ് വെരി ഡൈനമിക്, either with people, with situations or within me. So അങ്ങനത്തെ ഒരു സ്റ്റേറ്റിൽ കണ്ടിന്യൂസ്ലി സ്റ്റഡിയിൽ നിൽക്കാൻ ഒരു എളുപ്പമുള്ള കാര്യമല്ല. ബിക്കോസ് എപ്പോഴും അൺകംഫർട്ടബിൾ ആയിട്ട് നിൽക്കാൻ മതലബ് പൊതുവെ ആൾക്കാർ കംഫർട്ട് സോണിലോട്ടല്ലേ പോകാൻ നോക്കുക. ആൻഡ് വൈ ദേ ഏൺ, വൈ ദേ ബിൽഡ് റിലേഷൻഷിപ്സ് ആൻഡ് എവറിത്തിങ് ഇസ് ടു ബി ഇൻ ദ കംഫർട്ട് സോൺ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ആൻഡ് ഈവൻ റിലേഷൻഷിപ്സ് വിത്ത് അതർ ബ്രഹ്മചാരീസ്, വോളണ്ടിയേഴ്സ്. ടുഡേ ഐ വിൽ ബി ഹാവിങ് എ ഫൈറ്റ് വിത്ത് സംബഡി, ടുമോറോ ഐ വിൽ ബി സർവിങ് ദം ഫുഡ് ഇൻ ഭിക്ഷ ഹാൾ. സോ ഇറ്റ് ഇസ് സോ ഡൈനമിക് ആൻഡ് ഐ ഫൗണ്ട് ദാറ്റ് വെരി ഇൻട്രസ്റ്റിംഗ്. എനിക്ക് ആ പുഷ് ഒരു ഹൈ കിട്ടി ആ ഇൻറ്റൻസിറ്റിയിൽ. ആൻഡ് ദെൻ ഐ റിയലൈസ് ഇങ്ങനത്തെ ഒരു ഇൻറ്റൻസിറ്റി വേണം. ആൻഡ് ഈ സ്പേസ് എനിക്ക് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ട്. ആൻഡ് ആ ഒരു ഹൈ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഐ കനോട്ട് കം ബാക്ക് ടു നോർമൽ ഓർ കീപ്പ് ഇറ്റ് ലോ. സോ അങ്ങനെയായിരുന്നു പൂർണ്ണങ്കാല വരേണ്ട ഒരു ഡിസിഷൻ. അത് കഴിഞ്ഞ് ബ്രഹ്മചാരിയിലേക്കുള്ളൊരു മാറ്റം. അപ്പോൾ വീട്ടിലൊക്കെ സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ? വീട്ടിൽ സംസാരിച്ചു. വീട്ടിൽ നിന്ന് പറഞ്ഞാൽ ഞാൻ കാൻഡിഡ്ലി ഷെയർ ചെയ്യാം എങ്ങനെ ആയതെന്ന്. ആദ്യം അവർ ഭയങ്കര ഒരു എന്തുട്ടാ നീ ചെയ്യണേ, അഗൈൻ മുസ്ലിം ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്. പക്ഷേ നമുക്ക് വീട്ടിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈവൻ നോട്ട് റിലേറ്റഡ് ടു മീ, അവരുടെ സ്വന്തം മെനി സിറ്റുവേഷൻസ്. സോ ഞാൻ ആ സമയത്തൊക്കെ ഫോണിൽ വർത്താനം വരുമ്പോൾ അവർ തുടങ്ങുമ്പോൾ ഭയങ്കര ഒരു അഗ്രസീവ് ടോണിലാണ് തുടങ്ങുക. നീ എന്തുട്ടാ ചെയ്യണേ, ഞങ്ങൾക്ക് ഇവിടെ സപ്പോർട്ട് വേണം, നീ ഇവിടെ ഇല്ല, അങ്ങനെയൊക്കെ. പക്ഷേ എവറി ടൈം ദാറ്റ് കോൺവെർസേഷൻ ചിലപ്പോൾ അരമണിക്കൂർ, ചിലപ്പോൾ 1 മണിക്കൂർ, ചിലപ്പോൾ 2 മണിക്കൂർ, ഇറ്റ് വിൽ ഓൾവേസ് എൻഡ് ഇൻ എ വെരി കാം വേ വേർ വി ആർ സെയിങ് വി ആർ അക്നോളജിങ് ഈച്ച് അതർ ആൻഡ് ദേ ആർ ഓൾസോ സെയിങ് എനിവേസ് യു ആർ ഹാപ്പി വാട്ട് യു ആർ ഡൂയിങ്. അത് പലവട്ടം ആവാൻ തുടങ്ങി. അത് കോൺഷ്യസ്ലി ആയിരുന്നില്ല, ഞാനങ്ങനെ പ്ലാൻ ചെയ്തിട്ട് അല്ല. പക്ഷേ ബിക്കോസ് ഓഫ് ദ സാധന, ഇവിടുത്തെ ഇന്നർ എഞ്ചിനീയറിംഗ് ടൂൾസൊക്കെ കോൺവെർസേഷനിലും ഞാൻ എപ്പോഴും ആ ടൂൾസ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. സോ എങ്ങനെയെങ്കിലും
even if they throw stones at me, and in the reaction where there was no reaction, അതുകൊണ്ട് അവരും മെല്ലെ മെല്ലെ ഒരു കാമായി. ആൻഡ് ദേ റീച്ച് ദാറ്റ് ലെവൽ വെർ ദേ ലൈക്ക് ഞങ്ങൾക്കറിയില്ല നീ എന്തുട്ടാ ചെയ്യണേ, പക്ഷേ എന്തോ നല്ലത് അവിടെ നടക്കണ്ടാവും, അതുകൊണ്ടാണ് നീ ഇങ്ങനെ റിയാക്ട് ചെയ്യാത്ത, നമ്മളൊന്ന് വന്ന് നോക്കട്ടെ. സോ അവരിവിടെ വന്നു. ആൻഡ് ഇവിടെ വന്നു കഴിഞ്ഞാന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ കാര്യങ്ങളുണ്ട് വിച്ച് ഇസ് സോ ബ്യൂട്ടിഫുൾ. ഫസ്റ്റ് തിങ് ഇസ് ആൾക്കാർ, എല്ലാവരുടെ ഫേസിലൊരു സ്മൈൽ ഉണ്ട്. എവരി വൺ ഇസ് ഗ്രീറ്റിംഗ് വാം നമസ്കാരം. പിന്നെ എൻ്റെ പേരൻസ് ധ്യാനലിംഗിലിരുന്നു. അവിടെ ഇരിക്കുമ്പോൾ ശരിക്കും അവർക്ക് തോന്നി ഇവിടെ എന്തോ ഉണ്ട്, പറയാൻ പറ്റില്ല എന്തിട്ടാണെന്ന്, പക്ഷെ ഒരു കാം ഫീലിംഗ് അവർക്ക് വന്നു. പിന്നെ അവർ മറ്റു ആൾക്കാരിനൊക്കെ മീറ്റ് ചെയ്തു. ഇവിടെ അവരെ മനസ്സിൽ ആശ്രമം എന്ന് പറഞ്ഞാൽ എന്തോ എനിത്തിങ് യു ഡൂയിങ്, എന്തുട്ടാ ചെയ്യണം, അവർക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അവർ നോക്കി എങ്ങനത്തെ ലൈഫ് സ്റ്റൈലാണ്, അവർക്ക് മനസ്സിലായി ഇത് ഭയങ്കര ഇൻറ്റൻസാണ്, ഇത് എങ്ങനെ എന്താ പറയുക, പുറത്തൊന്നും നടന്നില്ല. ആൻഡ് യു ആർ നോട്ട് വർക്കിംഗ് ഔട്ട്, ഫിയറിന് അത് വിട്ടിട്ടാണ് യു ഹവ് കം ഹിയർ. അവിടെ നിന്ന് ഓടി വന്നു, അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു അവർക്ക്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അവർക്ക് മനസ്സിലാക്കി ഇത് അങ്ങനത്തെ ഒരു സംഭവമല്ല, ഇവിടെ ഭയങ്കര. ആൻഡ് കുറേ യങ് പീപ്പിളും ഉണ്ട് ഇവിടെ, ഹു ആർ ഓൾ സ്ട്രൈവിങ്. ആ ഫയർ എപ്പോഴും അവരുടെ ഉള്ളിൽ ഓണാണ്. സോ അതൊക്കെ നോക്കുമ്പോൾ അവർക്ക് കുറച്ച് അക്സെപ്റ്റൻസ് വന്നു. സോ ദേ വർ ലൈക്ക് ടീക്ക് നീ നിന്നോ അവിടെ ഒരു 3 വർഷം കുഴപ്പമില്ല. പക്ഷേ ബ്രഹ്മചര്യം എന്നൊക്കെ പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇപ്പോഴും അക്സെപ്റ്റൻസ് വന്നിട്ടില്ല. ഞാനത് എക്സ്പെക്റ്റും ചെയ്യുന്നില്ല. ബിക്കോസ് അവർക്ക് എന്തുട്ടാ, എനിക്ക് പോലും അറിയില്ല എന്തുട്ടാ ബ്രഹ്മചര്യം. ഞാൻ ഇഫ് യു ട്രൈ ടു ആസ്ക് മീ വാട്ട് ഇസ് ബ്രഹ്മചര്യം, ഐ ഡോണ്ട് നോ. പക്ഷേ എൻ്റെ മനസ്സിൽ ഓൺലി വൺ തിങ് വാസ് ദർ കി ഐ വോണ്ട് ടു ബി ആസ് ക്ലോസ് ടു സദ്ഗുരു ആസ് പോസിബിൾ, ഇൻ എവറി പോസിബിൾ വേ. ആൻഡ് വാട്ട് എവർ ഈസ് ഓഫറിങ്, ഒരു ഗ്രീഡ് ഉണ്ടായിരുന്നു കി ഐ വോണ്ട് ടു റിസീവ് വാട്ട് എവർ ഈസ് ഓഫറിങ്. സോ ഞാനിങ്ങനെ കാൽക്കുലേഷനൊന്നും ഉണ്ടായിരുന്നില്ല. സാധനബാധ ചെയ്തു. പിന്നെ എനിക്ക് ഇവിടെ തന്നെ നിൽക്കണം, പൂർണ്ണങ്കായി എനിക്ക് ഇവിടെ തന്നെ നിൽക്കണം, എനിക്ക് സദ്ഗുരുയുടെ എത്ര അടുത്ത് എത്താൻ പറ്റും അത്ര അടുത്ത് എത്തണം, അങ്ങനത്തെ ഒരു ഫീലിംഗ്. സോ നാച്ചുറലി ദ നെക്സ്റ്റ് സ്റ്റെപ്പ് വാസ് ബ്രഹ്മചര്യ ഫോർ മീ. ആൻഡ് കുറേ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ബിക്കോസ് ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ അവരും എപ്പോഴും ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ദേ കീപ് ഡിസ്കറേജിങ് യു. ഇൻ ഫാക്ട് വിട്ടോ, എന്തിനാ ഇത്, ഈ പാത്തെടുത്തോ, എപ്പോഴും ഇങ്ങനെ ദേ ട്രൈ ടു ഡിസ്കറേജ് യു സോ ദാറ്റ് യു ആർ വെരി ക്ലിയർ. ഇത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ യു കനോട്ട് ഗോ ബാക്ക്. സോ യു ആർ വെരി ക്ലിയർ കി ഇതന്നെ ദിസ് ഇസ് വാട്ട് യു വാണ്ട്. ആൻഡ് 2-3 വർഷം വെയിറ്റ് ചെയ്തു. ഒരു സെപ്പറേറ്റ് അവരൊരു സ്കെഡ്യൂൾ തരും, ഭയങ്കര ഇൻറ്റൻസാണ്, ഭയങ്കര അത് നെക്സ്റ്റ് ലെവൽ ചാലഞ്ച്. സോ ആൻഡ് ത്രൂ ദാറ്റ് ആസ് ഐ വാസ് ഗോയിങ് ത്രൂ ഇറ്റ് became more and more clear, this is for me, this is the path for me. ധ്യാനലിംഗിലേക്ക് എത്തിയത് ഇപ്പോൾ ഞങ്ങൾ അറിഞ്ഞതനുസരിച്ച് നമ്മൾ സാധാരണക്കാർ ലിംഗഭൈരവി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സാധാരണ ഇതിൽ വരുന്നു, അതിനുശേഷമാണ് ധ്യാനലിംഗിലേക്ക് പോകുന്നതെന്നുള്ളതാണ് നമ്മൾ കേട്ടത്. എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവങ്ങൾ ധ്യാനലിംഗിൽ? അതെ, അനുഭവം. സോ ധ്യാനലിംഗിനെ വേണ്ടിയിട്ട് ഞാൻ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാൻ മെഡിറ്റേഷൻ മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എനിക്കെന്ന് പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ തന്നെ തോന്നി ഒരു പീസ്ഫുൾ ക്വയറ്റ് പ്ലേസ്. പക്ഷേ പവർഫുൾ പ്ലേസ് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ബിക്കോസ് ഞാൻ ഒരിക്കലും പീസ് കാമിനെ പവറിനൊപ്പം അസോസിയേറ്റ് ഒരിക്കലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പവർ ആൻഡ് ഇൻറ്റൻസിറ്റി അതെൻ്റെ വൊക്കാബുലറിയിലും ഉണ്ടായിരുന്നില്ല, ബിക്കോസ് എൻ്റെ എക്സ്പീരിയൻസിലും ഉണ്ടായിരുന്നില്ല. സോ ഇതിനെക്കാട്ടി മുമ്പ് മെഡിറ്റേഷൻ മീൻസ് മനസ്സിലുള്ള ചാറ്ററും നോയ്സും കുറച്ച് കുറയും, അങ്ങനൊരു കാം കിട്ടും. പക്ഷേ ഇങ്ങനത്തെ ഒരു പാസീവ് എക്സസൈസ് ആണെന്ന് എനിക്ക് തോന്നി. ഇതുകൊണ്ട് എന്തുട്ടാണ് കിട്ടാൻ പോകുന്നത്, ഇതുകൊണ്ട് എന്ത് ബെനിഫിറ്റാണ് കിട്ടാൻ പോകുന്നത്, അങ്ങനത്തെ ഒരു തോട്ട് എൻ്റെ ഉണ്ടായിരുന്നു, അങ്ങനത്തെ ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. സോ ധ്യാനലിംഗ ഇസ് എ വെരി പവർഫുൾ കോൺസെൻട്രേറ്റഡ് സ്പേസ് സദ്ഗുരു ഹാസ് ഓഫേർഡ്. ആ സ്പേസ് ധ്യാനത്തിന് വേണ്ടിയിട്ടാണ്. ഒന്നും ചെയ്യണ്ട, അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും ഉച്ചരിക്കേണ്ട, ഒന്നും വിഷ്വലൈസ് ചെയ്യേണ്ട, ജസ്റ്റ് സിംപ്ലി ഇങ്ങനെ പാംസ് അപ്വേർഡ്സ് ഇരുന്നിട്ട് ജസ്റ്റ് സിറ്റ് വിത്ത് യുവർ ഐസ് ക്ലോസ്ഡ്, അത്രയേ ഉള്ളൂ. ഒരു ഓപ്പൺനെസ്സിൻ്റെ ഒപ്പം ഇരിക്കണം അവിടെ. സോ ഞാൻ ഫസ്റ്റ് ടൈം അവിടെ ഇരിക്കുമ്പോൾ ആൻഡ് ഫസ്റ്റ് ഫ്യൂ ടൈംസ് ഞാൻ അവിടെ പോകുമ്പോൾ എനിക്ക് ഒരു പവർഫുൾ സ്പേസാണ്, അങ്ങനത്തെ ഒരു അനുഭവം വന്നു ഫസ്റ്റ് ടൈം. ആൻഡ് ഉള്ളിലിങ്ങനെ കണ്ണ് പൂട്ടിയിട്ട് ഇരിക്കുമ്പോൾ മെഡിറ്റേഷനിൽ സ്റ്റിൽനെസ്, വെൻ എവറിത്തിങ് ഇസ് സ്റ്റിൽ, അതിലൊരു ഇൻറ്റൻസിറ്റി ഉണ്ട്, അതും എനിക്ക് കുറച്ച് എക്സ്പീരിയൻസ് ആയി. ഇതിന് മുമ്പൊക്കെ ഞാൻ ബുദ്ധ ഇങ്ങനത്തെ ആൾക്കാരിനൊക്കെ പറ്റിയിട്ട് കേൾക്കുമ്പോൾ ഒരു കാം, ഒരു സോഫ്റ്റ്, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു വന്നത്. പക്ഷെ അവർ ഉള്ളിൽ ഭയങ്കര ഇൻറ്റൻസ് ആയിരുന്നു. എല്ലാ മൊമെൻറ്റ് ടു മൊമെൻറ്റ് അവരുടെ അവെയർനെസ് അറ്റ് എ വെരി ഹൈറ്റൻ സ്റ്റേറ്റ്. ആൻഡ് to maintain that is not easy. So that is when I first experienced the energies of Dhyanalinga, and I realized that there is really something here. Again, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇഫ് യു ആസ്ക് മീ എനിക്ക് പറ്റില്ല. അതൊരു അനുഭവിക്കുന്ന സംഭവമാണ്, അത്ര ഞാൻ പറയാൻ പറ്റും. ദാറ്റ് ഇസ് ഓൾ ഐ കൻ സേ. നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് യുവാക്കളുണ്ടെന്ന് വീട്ടുകാർ വന്നപ്പോൾ. എന്താണ് ഈ യുവാക്കൾ കൂടുതലും ഈ ഇഷയിൽ ഞങ്ങളും കണ്ടു ഒരുപാട് യുവാക്കളുണ്ട്. എന്താണ്, എന്തുകൊണ്ടാണ്?
ഇതൊരു ആൻഡ് നോട്ട് ജസ്റ്റ് യുവാക്കൾ, ഐ മെറ്റ് സം പീപ്പിൾ, അവർ കുറേ ആശ്രമത്തിൽ പോയിട്ടുണ്ട്. അവരിതും പറയും കി ഇവിടെ വന്നു കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും ആരെങ്കിലും എന്തോ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. someone is doing something or the other, എന്തോ പ്രാക്ടീസ്, എന്തോ സാധന, രാവിലെ വൈകുന്നേരം. ഇറ്റ് ഇസ് സച്ച് എ വൈബ്രൻറ്റ് പ്ലേസ്. എൻ്റെ അഭിപ്രായത്തിൽ വൺ ഇസ് സദ്ഗുരുയുടെ ഒരു യൂത്ത്ഫുൾ എനർജി ഉണ്ട്. ദേ കണക്ട് വിത്ത് ദാറ്റ്, യുനോ. മേ ബി ഹി ഈസ് ഏജ്ഡ് ഇൻ ഹിസ് ബോഡി ആൻഡ് ഹി ഡെഫിനറ്റ്ലി ഹാസ്, ബട്ട് in his spirit he is younger than us. In fact, some of us when we work with him and when we see him riding the bike, even we can't do, you know. So there is no doubt that he is a living example of what yoga can do. Your body can age, but your mind, your spirit need not age. You can still be youthful. So anganthuru strong vibe, or strong connect undu. That is one thing. And secondly, I think, like I said, ഇവിടെ വന്നിട്ടില്ലേ ഒരു ഇൻറ്റൻസിറ്റി ഉണ്ട്. അത് യൂത്തിൻ്റെ ഒപ്പം ഭയങ്കര ഒരു, ബിക്കോസ് യൂത്ത്ഫുൾ എനർജിയിൽ ഇൻറ്റൻസിറ്റി ഉണ്ട്, പക്ഷേ അത് എങ്ങനെ ചാനലൈസ് ചെയ്യേണ്ടത് അതറിയില്ല. അതുകൊണ്ട് വി മേ ഗെറ്റ് ഇൻ ടു ഓൾ കൈൻഡ്സ് ഓഫ് അൺനെസസറി ഡിസ്ട്രാക്ഷൻസ് അല്ലേ. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ആ ഇൻറ്റൻസിറ്റി, ആ ഒരു എനർജിക്ക് ഒരു ചാനൽ കിട്ടും. രാവിലെ, ലൈക്ക് ഐ സെഡ്, രാവിലെ 4 മുതൽ 9 വരെ ഫുൾ ടൈറ്റ് സ്കെഡ്യൂൾ. ആൻഡ് ആ സ്കെഡ്യൂളിൽ നിങ്ങൾക്ക് ചോയ്സ് ഇല്ല. ഈവൻ ഇഫ് യു ഫീലിംഗ് അൺകംഫർട്ടബിൾ, എനിക്കിത് ചെയ്യേണ്ട, ബ്രേക്കും ഇല്ല, പേഴ്സണൽ ടൈമില്ല, മീ ടൈം ഒന്നുമില്ല. on and on. And എല്ലാ മൊമെൻറ്റ് either you are doing practices or you are volunteering. സേവ എന്ന് പറഞ്ഞാൽ സേവ is not about you. What about me? ആ ചോദ്യം ഉണ്ടാവാൻ പാടില്ല. ഇല്ലെങ്കിൽ സേവ അല്ല അത്. You are always seeing how to make it happen for someone else. അവരുടെ ബുദ്ധിമുട്ടോ അവരുടെ എങ്ങനെ ഹെൽപ്പ് ചെയ്യേണ്ടത്, എങ്ങനെ അവരുടെ വെൽബീങ്ങിന് വേണ്ടി വർക്ക് ചെയ്യേണ്ടത്. നിങ്ങളുടെ ബോഡി കംപ്ലൈനിങ്, ഉറക്കം കിട്ടിയിട്ടില്ല, ഭക്ഷണം കിട്ടില്ല, ഡസൻറ്റ് മാറ്റർ. ഹൗ ടു മേക്ക് ഇറ്റ് ഹാപ്പൻ ഫോർ അതേഴ്സ്. ആ ഒരു ഇൻറ്റൻസിറ്റി അത് ടേസ്റ്റ് ചെയ്യണം. അത് എനിക്ക് എക്സ്പീരിയൻസിൽ വന്നു കഴിഞ്ഞാലല്ലേ അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് ഹൈ ഉണ്ട്. സോ now you have a very wonderful way to channelize your intensity. I think that's what draws many. Maybe our curiosity കൊണ്ടാണ് തുടക്കത്തിൽ വരുന്നത്, പക്ഷേ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ദാറ്റ് ഇസ് വാട്ട് ടേക്സ് ദം ഫോർവേഡ്. ഐ തിങ്ക് നേഷൻ ബിൽഡിങ്ങിൽ നിന്നാണല്ലോ ഈ തുടക്കം. അപ്പോൾ ഭാവി എന്താണ് നേഷൻ ബിൽഡിങ്ങിലേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എനിക്കെന്ന് പറഞ്ഞാൽ നേഷൻ ബിൽഡിംഗ് ഓർ എനിത്തിങ്, എനി ബിഗ് പ്രോജക്റ്റിന് വേണ്ടി ഒരു വിഷൻ വേണം. അതാണ് ഞാൻ ഇവിടെ വരുന്നതിനെക്കാട്ടി മുമ്പും ഞാൻ വർക്ക് ചെയ്ത പ്രോജക്റ്റിൽ ഓൾദോ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടായിരുന്നു പ്രോജക്റ്റിൻ്റെ ഒപ്പം, ബട്ട് ആ പ്രോജക്റ്റിനെ ലീഡ് ചെയ്യുന്ന ആൾക്കാരുടെ വിഷൻ്റെ ഒപ്പമായിരുന്നു ഞാൻ മെയിൻലി അലൈൻ ചെയ്തത്. ബിക്കോസ് ഒരു വിഷനറി വേണം ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് വിഷനെ റിയാലിറ്റിക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ലോങ് ഡിസ്റ്റൻസ് ഉണ്ട് വാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറേ ചാലഞ്ചസ് ഉണ്ടാവും. അതിന് കമ്മിറ്റ്മെൻറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ദാറ്റ് യു ഡോണ്ട് ഗിവ് അപ്പ്. പക്ഷേ വിഷൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടു. ബിക്കോസ് ആ വിഷൻ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ വളരെ കഷ്ടപ്പെട്ടിട്ട് യു വിൽ ക്രിയേറ്റ് സംതിങ് വിച്ച് വിൽ ലീഡ് ടു മോർ ഡിസാസ്റ്റർ. സോ ഫോർ മീ ആഫ്റ്റർ ഈ ലാസ്റ്റ് 7 years ലിസ്ണിംഗ് ടു സദ്ഗുരു, ഞാൻ വളരെ ആക്റ്റീവ്ലി ഐ യൂസ് ടു ഓൾസോ ഫോളോ മെനി അതർ പീപ്പിൾ ഹു ഹാവ് എ വിഷൻ. എല്ലാവരും അവരുടെ വിഷൻ ഉണ്ട്, പക്ഷേ എനിക്ക് സദ്ഗുരുടെ വിഷൻ ഓഫ് റേസിങ് ഹ്യൂമൻ കോൺഷ്യസ്നസ് അത് ഭയങ്കര സ്ട്രോങ്ലി ഐ ഫീൽ വെരി കണക്റ്റഡ് ടു. സോ എൻ്റെ അഭിപ്രായത്തിൽ എനിത്തിങ് ദാറ്റ് ഐ എം ഡൂയിങ് വിച്ച് ഇസ് കണക്റ്റഡ് ടു ദാറ്റ് വിഷൻ ഇസ് കോൺട്രിബ്യൂട്ടിങ്. So, and the other thing is എൻ്റെ സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടിയിട്ട്, ലൈക്ക് ഐ സെഡ്, എൻ്റെ ലൈക്സും ഡിസ്ലൈക്സും എൻ്റെ ചോയ്സസ് എനിക്ക് മാറ്റി വെക്കണം. എന്നാലേ ഞാൻ ഫോർ ഓൾ ഓഫ് us ഞങ്ങൾ സ്പിരിച്വലി ഗ്രോ ആവുമല്ലോ. സോ ഓൾദോ ദറ്റ് വിഷൻ ഇസ് ദെയർ. ആ വിഷനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പല രീതികളുണ്ട്. ഈശയിലും കുറേ പ്രോജക്ട്സ് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ എഡ്യൂക്കേഷനിലുണ്ട്, ഞങ്ങൾ സ്കിൽ ഡെവലപ്മെൻറ്റിലുണ്ട്, ഫാമിങ്ങിൽ, അഗ്രികൾച്ചറിലുണ്ട്, സേഫ് സോയിലുണ്ട്, പിന്നെ ഈശ പ്രോഗ്രാംസ് ഉണ്ട്, മെൻറ്റൽ ഹെൽത്ത് റിലേറ്റഡ് ഉണ്ട്. സോ കുറേ ഇതുണ്ട്. സോ എനിക്ക് അങ്ങനത്തെ ഒരു ഡൗട്ട് എപ്പോഴും ഒരിക്കലും വരില്ല കി എനിക്ക് എന്തുട്ടാ ചെയ്യേണ്ടതെന്ന്. ബിക്കോസ് എന്ത് ചെയ്താലും ഇറ്റ് ഈസ് ലീഡിങ് ടു ദാറ്റ് വിഷൻ. ആൻഡ് അവരെന്തുട്ടാ പറയാം, ഞാൻ ഐ എം വില്ലിങ് ടു ഡു ഇറ്റ്. ബിക്കോസ് അതുകൊണ്ട് എൻ്റെ സ്പിരിച്വൽ ഗ്രോത്തും നടക്കും. ബിക്കോസ് എൻ്റെ ചോയ്സസും വരില്ല അവിടെ. ആൻഡ് ഐ ജസ്റ്റ് സീ ഹൗ ടു ബി വില്ലിങ് ആൻഡ് ഇൻവോൾവ് ഇൻ വാട്ട് എവർ ആൻഡ് ഡൂയിങ്. അങ്ങനത്തെ ഒരു കേരളത്തിൽ വന്നിട്ടുണ്ടോ? അതെ, കേരളത്തിലുണ്ടായിരുന്നു. ഫസ്റ്റ് 4-5 years ഞാൻ കേരളത്തിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫാദർ നേവിയിലായിരുന്നു. സോ വേറെവർ ഹി വാസ് ട്രാൻസ്ഫേർഡ്, ഞങ്ങൾ അവരുടെ ഒപ്പം അങ്ങോട്ട് പോകും. സോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിശാഖപട്ടണം, പിന്നെ ഡൽഹി, മോസ്റ്റ്ലി ഡൽഹിയിലായിരുന്നു ഞാൻ. പക്ഷേ കേരളത്തിൽ ഒരു സ്റ്റാർട്ടിങ് 4-5 years അവിടെ ആയിരുന്നു. കേരളത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവില്ലേ? അപ്പോൾ എന്ത് തോന്നുന്നു? ഡെഫിനറ്റ്ലി ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് കേരള. ഐ തിങ്ക് എനിവെയർ പീപ്പിൾ നീഡ് ദിസ്. And one very nice thing about people in Kerala is they're very educated. ഞാൻ നോർത്തിൽ പോകുമ്പോൾ എനിക്ക് ഇറ്റ് റിയലി ഹിറ്റ് മീ. ഐ സ്റ്റിൽ റിമെമ്പർ 3rd-4th ക്ലാസ്സിൽ ഞാൻ ഓട്ടോ റിക്ഷയിൽ ഫാമിലിയുടെ ഒപ്പം പോയിരുന്നു. സോ മദർ ഓട്ടോന്ന് ഇറങ്ങിയിട്ട് എന്തോ വാങ്ങിക്കാൻ പോയി. സോ ഞാനൊരു ഓട്ടോ റിക്ഷ ഡ്രൈവറുടെ ഒപ്പം ഐ വാസ് ഹാവിങ് എ കോൺവെർസേഷൻ അബൌട്ട് ധർമ്മം എന്തുട്ടാണ്, ആൾക്കാർ എന്തുട്ടാണ്, അങ്ങനെ എന്തിനാണ് അത് ഫോളോ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വാസ് എ വെരി നൈസ് കോൺവെർസേഷൻ. പക്ഷേ വെൻ ഐ വെൻറ്റ് അപ്പ് നോർത്ത് ആൻഡ് ഐ ട്രൈ ടു ഡു ദിസ്,
an auto rickshaw driver, you cannot have a conversation like this. അപ്പോഴെനിക്ക് എനിക്ക് വ്യത്യാസം തോന്നി കേരളത്തിൽ വിദ്യാഭ്യാസവും ആൻഡ് ലിറ്ററസി ആൻഡ് അവയർനെസ്, പൊളിറ്റിക്കൽ അവയർനെസ്, സോഷ്യൽ അവയർനെസ് വളരെ ഹൈ ആണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഐ ഫീൽ mentally when you know more things, you will also start feeling more stressed, because കൂടുതൽ സംഭവങ്ങൾ അറിയുന്നതും you will also realize പ്രശ്നങ്ങളും കൂടുതലുണ്ട്. പക്ഷേ what to do about it? So I don't know how much the data says, but I heard in Kerala suicide rates are very high, mental health related, I don't know exactly data in the but many people I have seen, if you have become more and more aware, more and more educated, പക്ഷേ നിങ്ങളുടെ സ്വന്തം ഇമോഷൻസും മൈൻഡിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അത് if you don't know that, അതിൻ്റെ മുകളിൽ if you have not done enough work, more and more knowledge can only make you suffer. It can lead to that also. So again, എനിക്ക് data ഇല്ല, പക്ഷേ with the few people I have interacted from Kerala, I feel that is one thing they have done very well. പക്ഷേ ഈ ഒരു ഇന്നർ വർക്ക് ആൻഡ് എസ്പെഷ്യലി അവരുടെ മൈൻഡ് ഇമോഷൻസ് എങ്ങനെ ഒരു ബാലൻസ് വേയിൽ വരുത്തണ്ടേ ആൻഡ് അത് വെച്ചിട്ട് എങ്ങനെ ഒരു സൊല്യൂഷൻ ആവണ്ടേ, അത് ക്യാൻ ബി വെരി റെലവൻറ്റ് ഫോർ ദം. ബിക്കോസ് കമ്പയർഡ് ടു മെനി അതർ സ്റ്റേറ്റ്സ് ഐ തിങ്ക് കേരള ഇസ് 1 or 2 generations ahead. ഞാൻ രാജസ്ഥാനിന് മുമ്പ് എനിക്ക് ക്ലിയർലി ഇത് കാണാൻ പറ്റി. ലിറ്ററലി 1-2 generations മുമ്പാണ് കേരള. സോ പീപ്പിൾ ഓഫ് കേരള ക്യാൻ ആക്ച്വലി play a very good role in offering the solution to the rest of the country. പക്ഷേ balance is very important, ഒരു mental emotional balance. അതെനിക്ക് തോന്നുന്നു our Malayalis can benefit from that. ആ സമയത്തൊക്കെ ധർമ്മത്തെക്കുറിച്ച് ചോദിച്ചല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ ധർമ്മം പ്രത്യേകിച്ചും ഈ ഒരു കൾച്ചറിലേക്ക് എങ്ങനെ എത്തി? അതൊരു പ്രത്യേകിച്ചൊരു മുസ്ലിം ഫാമിലിയിൽ നിന്ന് അതെങ്ങനെയാണ് അത് വന്നത്, അതിൻ്റെ തുടക്കം? സോ ഫസ്റ്റ് തിങ് ഇസ് എൻ്റെ ഫാദർ നേവിയിലായതുകൊണ്ട് ഞങ്ങൾ താമസിക്കുന്ന കമ്മ്യൂണിറ്റി ഒക്കെ ഭയങ്കര ഓപ്പൺ ആയിരുന്നു. ഒരു ലെവൽ ഓപ്പൺനെസ് ഉണ്ടായിരുന്നു. സോ ഗ്രോയിങ് അപ്പ് എൻ്റെ ഫ്രണ്ട്സ് വർ ഫ്രം ഓൾ ഡിഫറെൻറ്റ് റിലിജൻസ് ആൻഡ് അപ്പം അങ്ങനത്തെ ഒരു വിരോധമൊന്നും തോന്നിയില്ല എനിക്ക്. ഇതിനെ പറ്റിയിട്ട് ചോദിക്കുന്നത് തെറ്റാണോ അങ്ങനത്തെ ഒരു തോന്നിയില്ല. ആൻഡ് വീട്ടിലൊരു ഓപ്പൺ കൾച്ചർ ഉണ്ടായിരുന്നു. അവരും ചിലപ്പോൾ എൻ്റെ പേരൻസിൻ്റെ ദേ ഡോണ്ട് ഹാവ് ദി ആൻസേഴ്സ്, പക്ഷേ ആസ്ക് ക്വസ്റ്റ്യൻസ് ഇസ് നോട്ട് എ റോങ് തിങ്. അങ്ങനത്തെ ഒരു കൾച്ചർ ഉണ്ടായിരുന്നില്ല. എൻ്റെ ഉള്ളിൽ അങ്ങനത്തെ ക്യൂരിയോസിറ്റി എങ്ങനെ വന്നതെന്ന് എനിക്കും അറിയില്ല. പക്ഷേ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു ഇതിനൊക്കെ പറ്റിയിട്ടൊന്ന് അറിയണം. ബിക്കോസ് വീട്ടിൽ റിലിജൻ ഒരു ഭയങ്കര മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം അല്ലെങ്കിലും ഇറ്റ് ഹാഡ് എ വെരി ഇമ്പോർട്ടൻറ്റ് പ്ലേസ്. സോ ഞാനിപ്പോൾ എൻ്റെ സമയവും എൻ്റെ എനർജി ആ ഒരു കാര്യത്തിന് ഡിവോട്ട് ചെയ്യണമെങ്കിൽ അതെന്തിട്ടാണ്, അത് എവിടെ നിന്നാണ് വന്നത്, അതുകൊണ്ട് എങ്ങനെ അത് എന്നെ ലൈഫിനെ ഹെൽപ്പ് ചെയ്യാൻ, അങ്ങനത്തെ ചോദ്യങ്ങൾ നാച്ചുറൽ ആയിരുന്നു. പക്ഷേ മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു, നോട്ട് ജസ്റ്റ് ഇസ്ലാം, മറ്റ് റിലീജിയസ് ആൾക്കാരും ഞാൻ അവരെ നോക്കും, അവർ കുറേ നല്ല കാര്യങ്ങൾ പറയും, പക്ഷേ അവരുടെ രീതിയിൽ ഞാനത് കാണില്ല. ആൻഡ് എന്ന് പറഞ്ഞാൽ ആ ചെറിയ പ്രായത്ത് ഇഫ് യു ടെൽ ടു മെനി ഐഡിയലിസ്റ്റിക് തിങ്സ്, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം, പക്ഷേ പറയുന്ന ആൾക്കാർ അത് പ്രാക്ടീസ് ചെയ്യില്ലെങ്കിൽ ആ ഒരു ഡിസ്കണക്റ്റ് വരല്ലോ. സോ എനിക്ക് എന്തോ ഒരു റെസിസ്റ്റൻസ് തോന്നി. ഇവരെ നല്ല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, പക്ഷേ പ്രാക്ടീസിൽ വരുത്തുന്നില്ല. സോ എനിക്കിത് വേണ്ട, ഇത് വർക്ക് ചെയ്യില്ല എന്ന് അങ്ങനത്തെ ഒരു ഫീലിംഗ് എനിക്ക് വന്നു. അതുകൊണ്ടായിരുന്നു ഞാൻ റിലിജിയൻ സ്പിരിച്വാലിറ്റിയിലൊക്കെ കുറച്ച് ഒരു ഡിസ്റ്റൻസ് വെച്ചത്. ബട്ട് ലൈക്ക് ഐ സെഡ്, സദ്ഗുരുവിനെ കാണുമ്പോഴും പിന്നെ ഇവിടെ വോളണ്ടിയേഴ്സിനെ കാണുമ്പോഴും ഇവർ പെർഫെക്റ്റ് അല്ല. അത് എന്തായാലും ഒന്ന് ക്ലിയർ ആയിട്ട് കിട്ടണം. ഈ സ്പിരിച്വൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്മൈലിങ്, എപ്പോഴും ജോയ്ഫുൾ അങ്ങനെയല്ല. പക്ഷേ സ്ട്രൈവിങ് എന്ന് പറഞ്ഞാൽ ഐ എം ഓൾവേസ് സീയിങ് ഹൗ ടു ബിക്കം ബെറ്റർ ആൻഡ് ബെറ്റർ. ആ ഒരു ഗ്രോത്തിന്, ഞങ്ങളുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടി ഒരു കമ്മിറ്റ്മെൻറ്റ്. ഇന്ന് ചിലപ്പോൾ തെറ്റിപ്പറ്റുണ്ടെങ്കിലും ഹൗ ഡു ഐ സീ ഹൗ ഐ ക്യാൻ ബിക്കം ബെറ്റർ, അങ്ങനത്തെ ഒരു സ്ട്രൈവിങ്, ആ ഒരു ഫയർ അതില്ല ആൾക്കാരനാണ് എൻ്റെ ഒപ്പം ഞാൻ കണക്ട് ചെയ്തത്. ദാറ്റ് ഈസ് വാട്ട് ഐ ഫെൽറ്റ് റിയലി കണക്റ്റഡ് ടു. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ബ്രഹ്മചാരി ഇതിൽ എത്തി നിൽക്കുന്നു, നമ്മുടെ യുവാക്കളിൽ നിന്ന് നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എന്താണ് പറയാനുള്ളത്? ഐ ഫീൽ ദാറ്റ് യൂത്ത് ഇസ് എ വെരി വെരി പവർഫുൾ ടൈം ഇൻ യുവർ ലൈഫ് ടു മേക്ക് എ ഡിഫറൻസ്. എന്ന് പറഞ്ഞാൽ ആ സമയത്തിൽ ഒരു എനർജി, ഒരു ഇൻറ്റൻസിറ്റി, ഒരു ക്യൂരിയോസിറ്റി, അത് വളരെ അങ്ങനത്തെ ഇറ്റ്സ് എ നേച്ചേഴ്സ് ഗിഫ്റ്റ്. ആ ഒരു സമയത്ത് യു ഹാവ് ദാറ്റ്. ബിക്കോസ് പ്രായം തോറും വെൻ ബോഡി ഏജസ്, ഓൾദോ ഐ എം ജസ്റ്റ് ഇൻ മൈ 30s റൈറ്റ് നൗ, പക്ഷെ എനിക്ക് ക്ലിയർലി ഒരു ഡിഫറൻസ് കാണാം. എന്ന് പറഞ്ഞാൽ ആ സമയത്തിലൊരു ഇൻറ്റൻസിറ്റിയും വേഴ്സസ് ദിസ്. പക്ഷേ അറ്റ് ദാറ്റ് ടൈം ഇസ് ഓൾസോ എ വെരി ഇമ്പോർട്ടൻറ്റ് ടൈം ടു സെറ്റ് എ ഫ്യൂ തിങ്സ് റൈറ്റ് ഇൻ ടേംസ് ഓഫ് യുവർ ഹെൽത്ത്. ബിക്കോസ് ആ സമയത്ത് ചില നല്ല ഒരു പ്രാക്ടീസസ് ലൈഫിൽ ഇഫ് യു ഡോണ്ട് ബ്രിങ് ഇറ്റ്, പിന്നെ ലേറ്റർ ഓൺ ആ പാറ്റേൺസ് ചേഞ്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ 30s 40s ആൾക്കാർ അത് ഫിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സെറ്റ് പാറ്റേണിൽ വന്നു കഴിഞ്ഞാൽ അതിന് ഇമ്പോസിബിൾ അല്ല. ആൻഡ് യോഗ ഇസ് അഗൈൻ, യോഗ ചെയ്യുന്ന ആൾക്കാർ ക്യാൻ ഈസിലി ടേൺ ദറ്റ് അറൗണ്ട്. പക്ഷേ ആ സമയത്ത് ഇഫ് യു ഇൻവെസ്റ്റ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഓർ സീയിങ് ഹൗ ടു ടേക്ക് കെയർ ഓഫ് യുവർ മൈൻഡ്, how to manage your emotions, and physically
it need not be yoga practice. I'm saying physically or active lifestyle, physically sports or adventure or anything like that. Keeping your body, mind stretched. അങ്ങനത്തെ ഒരു പ്രാക്ടീസ് ഒരു ലൈഫ് സ്റ്റൈൽ ഇഫ് യു ബ്രിങ് ഇൻ ടു യുവർ സെൽഫ് ഇറ്റ് വിൽ മേക്ക് എ ബിഗ് ഡിഫറൻസ് ബിക്കോസ് ആ ഒരു ഇൻറ്റൻസിറ്റിക്ക് ഒരു നല്ലൊരു ഫോക്കസ് ഡിറക്ഷൻ കിട്ടും. ആൻഡ് അനദർ തിങ് ഐ വുഡ് സേ ഇസ് ദാറ്റ് നിങ്ങളുടെ ലൈഫ് ഇഫ് യു മേക്ക് ഇറ്റ് അബൌട്ട് സംതിങ് ബിഗർ ദൻ യുവർ സെൽഫ്, നോട്ട് ജസ്റ്റ് അബൌട്ട് എൻ്റെ ലൈഫ്, എൻ്റെ ഫാമിലി, കുറച്ച് ഒരു വലിയൊരു വിഷൻ ഫോർ യുവർ ഓൺ ലൈഫ് if you try to bring, it will make a big difference because ഞങ്ങളുടെ ഇന്ത്യയിൽ youth is the greatest advantage we have compared to many other countries. And if this youth is, if you are able to use your youthful energy in a constructive and positive way, the difference it can make to the nation. I'm coming from that nation building perspective. Yes. It can be very tremendous. It can be and for them also it will be a huge fulfillment. You know, they can look back at their life and feel like we were part of something very big and very beautiful. സ്വാമിജിയുടെ തുടക്കം ഒരു യൂട്യൂബ് വീഡിയോ കണ്ടതിലൂടെയാണ് ഇങ്ങോട്ട്. നേരത്തെ അന്വേഷണങ്ങൾ ഉണ്ടായിരുന്നു, അപ്പോൾ സദ്ഗുരുവിൻ്റെ വീഡിയോ കണ്ടു വന്നു. ഇപ്പോൾ സദ്ഗുരുവിനെക്കുറിച്ചുള്ള അഭിപ്രായം അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തെക്കുറിച്ച് പറയാറുള്ളത്? സദ്ഗുരുവിനെ പറ്റിയിട്ട് എന്തൊക്കെ പറയാം? വൺ തിങ് ഈസ് ദാറ്റ് സദ്ഗുരു അടുത്ത് വരുംതോറും ഐ റിയലൈസ് ഹൗ മച്ച് ഓഫ് എ നോൺസെൻസ് ആയ ഞാൻ എത്ര ഫൂളിഷാണ്, അത് മോർ ആൻഡ് മോർ ഐ ബിഗൻ ടു റിയലൈസ്. And how little I know who he is, because in my experience he's not a human being, he's not a person, but what he is I don't know. Definitely, you know, when he's speaking, when he's sharing, that is one thing. Pakshe I have known Sadhguru more intensely with my eyes closed than with my eyes open. So that experience, our connection, adine the more words I give, the more adoru distorted view lu varum. So you know, it's very hard to put it into words. Pakshe with my eyes closed I cannot miss it. Sadhguru's presence adu miss cheyan pettilla. So oru presence aanu, and aa oru presence nu parna slowly as it is seeping into every cell in my body, it is, you know, it's very very beautiful. ഇപ്പോൾ വീട്ടിൽ നിന്ന് വരാറുണ്ടോ കാണാനൊക്കെ? അവർ വരും. തൃശ്ശൂർ അടുത്തായതുകൊണ്ട് എല്ലാ 2-3 മാസത്തിൽ അവർ തൃശ്ശൂരുണ്ട്. അതെ, അവർ തൃശ്ശൂരുണ്ട്. ഫാദർ റിട്ടയർ ആയിട്ട് ഇപ്പോൾ അവിടെ തൃശ്ശൂരിൽ വീടൊക്കെ ഉണ്ട്. ആൻഡ് വൺ ഗുഡ് തിങ് ഇസ് ദറ്റ് മുമ്പൊക്കെ വരുമ്പോൾ ഞാൻ അവരുടെ മറ്റേ വോളണ്ടിയേഴ്സും എൻ്റെ ടീമിലുള്ള ആൾക്കാരനൊക്കെ അവരുടെ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചു. സോ അവർക്കറിയാം, ആൻഡ് നോട്ട് ജസ്റ്റ് മീ, മറ്റേ ആൾക്കാരിന് ഇവിടെ അറിയാം, ഒരു ഫെമിലിയാരിറ്റി ഉണ്ട്. സോ എല്ലാ 2-3 മാസത്തിൽ അവരിവിടെ വരുമ്പോൾ അവർ ദേവി ടെമ്പിളിൽ പോകും, ധ്യാനലിംഗിൽ ഇരിക്കും. ആൻഡ് എപ്പോഴും അവർ ഇവിടെ വരുമ്പോൾ ഒരു ശാന്തമായിട്ടാണ് അവർ തിരിച്ചു പോവുക. സോ അത് എന്തായാലും അവരുടെ എക്സ്പീരിയൻസിലുണ്ട്. സോ ദേ ആർ കമ്മിങ്. എന്തായാലും ഒരു നേഷൻ ബിൽഡിംഗ് എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഇങ്ങോട്ടെത്തുന്നത്. അപ്പോൾ ഭാവിയിൽ ഒരുപാട് കാര്യങ്ങൾ രാഷ്ട്രത്തിന് വേണ്ടി ചെയ്യാൻ കഴിയട്ടെ അത് എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.